ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും അഗാധമായ സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തുടങ്ങുന്നത്. ഈ പ്രസ്താവന യേശുവും പിതാവായ ദൈവവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിനെ അറിയുക എന്നത് ദൈവത്തെ അറിയുക എന്നതാണ്. കാരണം യേശു പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സത്യത്തിൻ്റെയും തികഞ്ഞ വെളിപാടാണ്. യേശുവിൽ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സത്ത മനുഷ്യരൂപത്തിൽ പ്രകടമാകുന്നത് നാം കാണുന്നു. എന്നിരുന്നാലും ശിഷ്യന്മാരിൽ ഒരാളായ പീലിപ്പോസ് പിതാവിനെ കാണിച്ചു തരുവാൻ യേശുവിനോട് ആവശ്യപ്പെടുന്നു. മറുപടിയായി തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും താൻ പിതാവിനെ അവർക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞുവെന്ന് യേശു പീലിപ്പോസിനോട് സൗമ്യമായി ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിതം, പഠിപ്പിക്കലുകൾ, അത്ഭുതങ്ങൾ എന്നിവയെല്ലാം പിതാവിൻ്റെ സ്നേഹത്തിലേക്കും ശക്തിയിലേക്കും വിരൽ ചൂണ്ടുന്നു. യേശുവിനെ കാണുന്നത് പിതാവിനെ കാണുന്നതാണ്. കാരണം അവർ സത്തയിലും ലക്ഷ്യത്തിലും ഒന്നായിരിക്കുന്നു. കൂടാതെ തന്നിൽ വിശ്വസിക്കുന്നവർ തന്നേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ഈ പ്രസ്താവന ആദ്യം അമ്പരപ്പിക്കുന്നതായി തോന്നിയേക്കാം. എന്നിരുന്നാലും യേശു പരാമർശിക്കുന്നത് അത്ഭുതങ്ങളുടെ മഹത്വത്തെയല്ല, മറിച്ച് തൻ്റെ അനുയായികളോടുള്ള തൻ്റെ ശുശ്രൂഷയുടെ വികാസത്തെയാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സുവിശേഷം പ്രസംഗിക്കുവാനും ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള യേശുവിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാനുള്ള ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നതാണ്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് വിശ്വാസികൾ തൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും താൻ ചെയ്യുമെന്ന് യേശു പിന്നീട് വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു ജീനിയെപ്പോലെ നമുക്ക് യേശുവിനെ പരിഗണിക്കാമെന്നല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവഹിതത്തോടുകൂടി യോജിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് യേശു ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം ദൈവേഷ്ടവുമായി യോജിപ്പിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രവർത്തനത്തിൽ നമ്മെ ഓരോരുത്തരെയും പങ്കാളിയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.